PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2024 PSC നടത്തിയ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങളാണ്. 2024 പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ നിയമനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പുതിയ അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് പറയുന്നത്. അപ്പോൾ വരുന്ന എല്ലാ പരീക്ഷകൾക്കും LGSന്റെ ഇനി വരുന്ന 2 ഘട്ടങ്ങളിലാണെങ്കിലും വരുന്ന 10th പ്രിലിംസിനാണെങ്കിലും എല്ലാ പരീക്ഷകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കാണുക. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ ഇടുന്നത് കുറച്ച് കുറവാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്, നമുക്ക് ഇരിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് ക്ലാസ്സുകൾ കുറയുന്നത്. അപ്പോൾ ഞാൻ പറ്റുന്ന രീതിക്ക് ഞാൻ ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ അർച്ചന മിസ്സിൻ്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഡെയിലി ബേസ് ചെയ്ത് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ LGSകാർ ഒരുപാട് പേര് ക്ലാസ് ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ക്ലാസ് തരാനായിട്ട് ശ്രമിക്കാം. കൂടാതെ അർച്ചന മിസ്സിൻ്റെ ക്ലാസ്സും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിന് തരുന്ന ആ ഒരു സപ്പോർട്ടും സ്നേഹവും എല്ലാവരും അർച്ചന മിസ്സിൻ്റെ ക്ലാസ്സിനും കൂടെ നൽകണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? അരവിന്ദ് പനഗരിയാണ് നമ്മുടെ 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ ശബ്ദത്തിന് ചെറിയൊരു അടപ്പുണ്ട്. ഓക്കെ, ഒന്ന് ക്ഷമിക്കണേ. അടുത്ത ചോദ്യം, ഏറെ പതിറ്റാണ്ടുകളായി പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന OR കേളു കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു. താഴെ പറയുന്നവയിൽ ഏത് നിയോജക മണ്ഡലത്തെയാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ OR കേളു പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ഏതാണ്? ഓപ്ഷൻ എ ആണ്, മാനന്തവാടിയാണ്. മാനന്തവാടി. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. ഓം ബിർള. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാ? OR കേളു. ഏതാണ് മണ്ഡലം എന്ന് നമ്മൾ പറഞ്ഞു? മാനന്തവാടി. ഓർത്തിരിക്കണേ. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ കെ ബെറിയാണ്. സുമൻ കെ ബെറി. അടുത്ത ചോദ്യം, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? S സോമനാഥ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സഹമന്ത്രി എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി എന്ന് പറയുന്നത് പങ്കജ് ചൗധരിയാണ്. പങ്കജ് ചൗധരി. അടുത്ത ചോദ്യം, നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആര്? നാറ്റോയുടെ സൈനിക സെക്രട്ടറി ജനറൽ പരീക്ഷ നടക്കുന്ന സമയത്ത് ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആയിരുന്നു. ഇപ്പം നിലവിൽ മാർക്ക് റൂട്ടെയാണ്. ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആയിരുന്നു, മാർക്ക് റൂട്ടെയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. അടുത്ത ചോദ്യം, 18ാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? 18ാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ഇസ്രായേൽ. ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി പരീക്ഷ നടക്കുന്ന സമയത്ത് മൻസുഖ് മാണ്ഡവ്യ ആയിരുന്നു. നിലവിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JP നഡ്ഡയാണ്. നമ്മൾ കണക്ഷനൊക്കെ ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ട്, നടന്നാൽ ആരോഗ്യം എന്നുള്ള രീതിയിൽ. JP നഡ്ഡയാണ് നിലവിലെ കേന്ദ്ര ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആര്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ഇക്ബാൽ സിംഗ് ലാൽപുര. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാഭ്യാസം സർവധനാൽ പ്രധാനം എന്നുള്ള രീതിയിൽ പ്രധാൻ. വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ നേരത്തെ നമ്മൾ കണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് എടുക്കുന്നത് ഏതൊക്കെയാണ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതെന്ന് അറിയാനാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്, സുമൻ ബെറി ആണ് വൈസ് ചെയർമാൻ, നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ആര്? റിസർവ് ബാങ്കിന്റെ ഗവർണറായി സേവനം അനുഷ്ഠിക്കുന്നത് ആരാണ്? ശക്തികാന്ത ദാസ് ആണ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ പരീക്ഷ നടക്കുന്ന സമയത്ത് ആൻസർ എന്ന് പറയുന്നത് അരുൺ കുമാർ മിശ്രയായിരുന്നു. എന്നാൽ നിലവിൽ ആരാണ്? വിജയ ഭാരതി സയാനിയാണ്. വിജയ ഭാരതി സയാനി, നോട്ട് ചെയ്ത് വെച്ചേക്കണേ. വിജയ ഭാരതി സയാനിയാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത്, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ആണ്. MP രാജേഷ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി നമ്മൾ നേരത്തെ പറഞ്ഞു മൻസുഖ് മാണ്ഡവ്യ ആയിരുന്നു ആ സമയത്ത്. ഇപ്പോൾ നിലവിൽ ആരാണ്? JP നഡ്ഡയാണ്. JP നഡ്ഡയാണ് ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഓപ്ഷൻ A ആണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദി. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേരെന്താണ്? കേരള മത്സ്യബന്ധന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാനാണ്. അപ്പോൾ നമ്മൾ കണക്ഷനൊക്കെ ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ട്. മത്സ്യം എന്ന് പറയുമ്പോൾ നമുക്ക് മീനൊക്കെ അല്ലെ, മത്സ്യമൊക്കെ നമ്മൾ സഞ്ചിയിലൊക്കെ ഇട്ടിട്ടാണ് വാങ്ങിക്കുക എന്നുള്ള രീതിയിൽ മത്സ്യബന്ധന വകുപ്പ് സജി ചെറിയാനാണ്. അടുത്തത്, കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആര്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് നിലവിൽ? നിതിൻ മധുകർ ജംതാർ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ AJ ദേശായി എന്നുള്ളതായിരുന്നു പരീക്ഷ നടക്കുന്ന സമയത്തുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇപ്പം മാറിയിട്ടുണ്ട്. ആരാണ് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിതിൻ മധുകർ ജംതാർ ആണ്. നിതിൻ മധുകർ ജംതാർ. നിതിൻ മധുകർ ജംതാർ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ജഗദീപ് ധൻകർ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരളത്തിലെ ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ A ആണ്. V ഹരിനായർ IAS. V ഹരിനായർ ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശൻ നമ്മൾ പറഞ്ഞു മനുഷ്യാവകാശ കമ്മീഷൻ അരുൺകുമാർ മിശ്രയായിരുന്നു പരീക്ഷ നടക്കുന്ന സമയത്ത്. ഇപ്പോൾ നിലവിൽ ആരാണ്? വിജയഭാരതി സയാനിയാണ്. വിജയഭാരതി സയാനി ഓർത്തിരിക്കുക. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പരീക്ഷ നടക്കുമ്പോൾ 50ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ടായിരുന്നത് DY ചന്ദ്രചൂഡ് ആയിരുന്നു. ഇപ്പം നിലവിൽ 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ആരാണ് സ്ഥാനമേറ്റത്? സഞ്ജീവ് ഖന്നയാണ്. സഞ്ജീവ് ഖന്നയാണ് 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, നിലവിലെ ലോക്സഭാ സ്പീക്കർ നേരത്തെ ചോദിച്ചു ഓം ബിർളയാണ്. ഓം ബിർള. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ആരാണ്? നിലവിലെ CEO BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യം. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് ഹീരാലാൽ സമരിയയാണ്. ഹീരാലാൽ സമരിയ. അടുത്ത ചോദ്യം, നിലവിലെ UPSC ചെയർമാൻ പ്രീതി സുധനാണ്. പരീക്ഷ നടക്കുന്ന സമയത്ത് മനോജ് സോണി ആയിരുന്നു. നിലവിൽ പ്രീതി സുധൻ ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത് MLAയുടേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന എല്ലാം തന്നെ തെറ്റിച്ചിട്ടാണ് തന്നിരിക്കുന്നത്. എല്ലാം തെറ്റാണ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ളത്? അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് MP രാജേഷ് ആണ്. MP രാജേഷിൻ്റെ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് തൃത്താലയാണ്. തൃത്താല. MP രാജേഷിൻ്റേത് തൃത്താല. ഇനി P രാജീവിൻ്റേത് കളമശ്ശേരി. P രാജീവിൻ്റേത് ഏതാണ്? കളമശ്ശേരി. ദെൻ PA മുഹമ്മദ് റഷീദ് അല്ല, PA മുഹമ്മദ് റിയാസ് ആണ് കേട്ടോ.
മുഹമ്മദ് റിയാസിൻ്റെ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ബേപ്പൂരാണ്. മുഹമ്മദ് റിയാസിൻ്റേത് ബേപ്പൂരാണ്. വീണ ജോർജിൻ്റേത് ആറന്മുള. വീണ ജോർജ് ആറന്മുള പഠിച്ചിരിക്കണേ. MP രാജേഷ തൃത്താല, P രാജീവ് കളമശ്ശേരി, PA മുഹമ്മദ് റിയാസ് ബേപ്പൂർ, വീണ ജോർജ് തൃത്താല എന്നത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അപ്പോൾ നമ്മുടെ പരീക്ഷ നടക്കുന്ന സമയത്ത് ആരായിരുന്നു? ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്. നിലവിൽ ആരാ? നിതിൻ മധുകർ ജംദാർ ആണ്. നിതിൻ മധുകർ ജംദാർ ആണ്. ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് ഓപ്ഷൻ സി ആണ്, 2 മാത്രമാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, DY ചന്ദ്രചൂഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിതിൻ മധുകർ ജംദാർ ആണ്, അല്ലെങ്കിൽ ആ സമയത്ത് ആശിഷ് ജിതേന്ദ്ര ദേശായി ആയിരുന്നു. അപ്പോൾ എന്തായാലും തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. 2 തെറ്റാ, ബാക്കി 2 ശരിയാ. കേരള സ്പീക്കർ AN ഷംസീറും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും. അടുത്തത്, ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ്? ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ, ആ പരീക്ഷ നടക്കുന്ന സമയത്ത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് രുചിര കമ്പോജ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P ഹരീഷ് ആണ് കേട്ടോ. P ഹരീഷ് ആണ്. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇപ്പോൾ നിലവിൽ രുചിര കമ്പോജ് രാജിവെച്ചതിനെ തുടർന്ന് P ഹരീഷ് ആണ് ഐക്യരാഷ്ട്രസഭയിൽ നിന്നും ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് നിയമിതനായത്. P ഹരീഷ് ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? DY ചന്ദ്രചൂഡാണ്. അതായത് ധനഞ്ജയ Y ചന്ദ്രചൂഡാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സഞ്ജീവ് ഖന്നയാണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അത് 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, നിലവിലെ ISRO ചെയർമാൻ ആരാണ്? ISRO ചെയർമാൻ എല്ലാവർക്കും അറിയാം, S സോമനാഥ്. ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മൻസുഖ് മാണ്ഡവ്യ ആണ് കേട്ടോ. അപ്പം മൻസുഖ് മാണ്ഡവ്യ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ്, കൂടാതെ തൊഴിൽ വകുപ്പ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മൻസുഖ് മാണ്ഡവ്യ ആണ്. തൊഴിൽ വകുപ്പ്, തൊഴിൽ മന്ത്രാലയം, യുവജനകാര്യ കായിക വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നത് മൻസുഖ് മാണ്ഡവ്യ ആണ്. ഇനി കിഷൻ റെഡ്ഡി കൈകാര്യം ചെയ്യുന്നത് കൽക്കരി മന്ത്രാലയം, അതുപോലെ തന്നെ ഖനി മന്ത്രാലയം കേട്ടോ. കൽക്കരി മന്ത്രാലയവും ഖനി മന്ത്രാലയവും കൈകാര്യം ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കിഷൻ റെഡ്ഡി ആണെന്ന് ഓർത്തിരിക്കുക. ഭൂപേന്ദർ യാദവ് കൈകാര്യം ചെയ്യുന്നത് പരിസ്ഥിതി വനം കാലാവസ്ഥ മന്ത്രാലയം. പരിസ്ഥിതി വനം കാലാവസ്ഥ എന്നിങ്ങനെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ ഭൂപേന്ദർ യാദവാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരളത്തിലെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ നമ്മുടെ M ഷാജർ ആണ് കേട്ടോ. ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ A ആണ്. M ഷാജർ എന്നുള്ളത് ഓർത്തിരിക്കണേ. M ഷാജർ, ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ A ആണ്. M ഷാജർ ആണ് യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ നിലവിൽ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാനാണ് ചോദിച്ചിരിക്കുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ്? രേഖാ ശർമ്മ. അടുത്തതും ചോദിച്ചത് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ്, രേഖാ ശർമ്മയാണ്. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ചോദിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാ? ശ്രീ പിണറായി വിജയൻ. അടുത്തത്, കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് കെ രാജനാണ് കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്.
ഇനി ഇവിടെ നമ്മുടെ ബാലഗോപാൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ്? ധനകാര്യ വകുപ്പാണ്. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ബാലഗോപാലാണ്. ശ്രീ കെ കൃഷ്ണൻകുട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാ? വൈദ്യുതിയാണ്. വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കെ കൃഷ്ണൻകുട്ടിയാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കൃഷ്ണൻകുട്ടി, ധനകാര്യം ബാലഗോപാൽ, റവന്യൂ അഡ്വക്കേറ്റ് കെ രാജൻ. ദെൻ കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ചെയർപേഴ്സൺ, കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ശ്രീമതി സതീ ദേവിയാണ് എന്നുള്ളത് ശരിയാണ്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്. ഈ 3ാമത്തെ പ്രസ്താവന തെറ്റാ. കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരം ഇല്ല. അധികാരമുണ്ടെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരി. എ ഷാജഹാൻ ആണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ ഷാജഹാൻ ആണ്. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ധർമ്മം. നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ നടത്തുന്ന ആരാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുകൊണ്ടാണത് തെറ്റിപ്പോയത്. അടുത്ത ചോദ്യം, 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. നേരത്തെ നമ്മൾ കണ്ടതാണ്, അരവിന്ദ് പനഗരിയാണ് 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണെന്നാണ്. അറ്റോമിക് എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി. ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ഓപ്ഷൻ സി ആണ്. ശ്രീ കിഷോർ മക്വാനയാണ്. കിഷോർ മക്വാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ. കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യത്തെ വനിത. കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യത്തെ വനിതയാണ് പത്മ രാമചന്ദ്രൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ. നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പരീക്ഷ നടക്കുന്ന സമയത്ത് മാറ്റം ഉണ്ടായിരുന്നു. എസ് മണികുമാർ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പം മാറിയിട്ടുണ്ട്. അലക്സാണ്ടർ തോമസ് ആണ്, പഠിച്ചു വെച്ചേക്കാം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ നേരത്തെ നമ്മൾ കണ്ട ചോദ്യമാണ്. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത്, ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതി വാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രിയാണ് ചോദിച്ചിരിക്കുന്നത്. പെട്രോളിയം പ്രകൃതി വാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ശ്രീ ഹർദീപ് സിംഗ് പുരിയാണ്. ഹർദീപ് സിംഗ് പുരി. അതിൻ്റെ പെട്രോളിയം പ്രകൃതി വാതക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, സുരേഷ് ഗോപിയാണ് എന്നുള്ളത്. സഹമന്ത്രി സുരേഷ് ഗോപിയാണ്. രണ്ടും പഠിച്ചു വെച്ചേക്കാം. പെട്രോളിയം പ്രകൃതി വാതക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ ഹർദീപ് സിംഗ് പുരിയാണ്. അതിൻ്റെ സഹമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സുരേഷ് ഗോപിയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 2024 നടന്നിട്ടുള്ള എല്ലാ പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള നിയമനങ്ങളാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള നിയമനങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ഉടനെ വൈകാതെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്